ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിമീങ്ങളെ മാത്രമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഫിത്ന കടന്നു വരാറുണ്ട് സഹാബ, ഒരു ഫിത്ന കടന്നു വരാറുണ്ട് സഹാബ. അന്ന് മുസ്ലിമീങ്ങൾ കടന്നു നിലവിളിച്ചാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല, ഒരൈക്യരാഷ്ട്രസഭ അവരെ രക്ഷിക്കാറുണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകരും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പൊട്ടിക്കരങ്ങുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്താലല്ലാതെ ആ സമയത്ത് രക്ഷപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ ഈ ദുആഅക്ക് ആദ്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത്. നരകത്തെ കാവലുള്ളതാകുന്ന ഈ ദുആഅക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതാകുന്ന ഇസ്ലാമിക രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെടുക. മുഹമ്മദ് റസൂലുള്ളാഹി. തുർക്കി ആരുടെ രാഷ്ട്രമാണ് ഇപ്പം? ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കാൻ കുറച്ച് ലോകാര്യം പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചോ, നിങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടായിരുന്നു പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, തുർക്കി നഷ്ടപ്പെടുമത്രേ, മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി നഷ്ടപ്പെടുമത്രേ. നബിയുനാ റസൂലുള്ളാഹി ഈ കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്ന ഇങ്ങനെ നിലനിൽക്കുമ്പോ ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുർക്കി നഷ്ടപ്പെടുമെന്ന് ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്നെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് വരുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമീങ്ങളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചല്ലേ, അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി. ഇപ്പൊ മുസ്ലിമുകളുടെ കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊരു ചെറിയ സംഭവമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. തുർക്കി 2 പ്രാവശ്യം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കുന്നത്, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, സഹാബ, അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, തുർക്കി നിങ്ങൾ പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ അണിചേരണേ, അത് വലിയ കൂലിയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ധർമ്മസമരത്തിന് വേണ്ടി അനുയായികൾ പോകുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അതിന്റെ നേതൃപടവും അലങ്കരിച്ചിരുന്നുവത്രേ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് തുർക്കി പിടിച്ചത്. ആരാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തിലാണ് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. പണ്ട് ഇവിടെ മദ്രസ പഠിച്ച ചരിത്രമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്ത് കടന്നു വരുമ്പോ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടുപടിക്കലാണ് ഒട്ടകം മുട്ടുകുത്തിയത്. ആ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹം ഈ തുർക്കി പിടിച്ചെടുക്കുന്നതിനുള്ള സഹാബത്തിന്റെ കൂടെ പോവുകയും വിജയശ്രീരാമരായി തുർക്കി അവരുടെ കയ്യിൽ അഥവാ ഇസ്ലാമിക രാഷ്ട്രമാവുകയും ചെയ്തു. ഇത് തെറ്റിദ്ധരിക്കരുത്. എന്റെ വാക്ക് കേട്ടിട്ട് തുർക്കി പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വാളും വരിചായിട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലുകൾ ഛേദിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് ധർമ്മസമരമാണ്. മുസ്ലിമീങ്ങളുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ സമുദായത്തിൽ, ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതിന്റെ. മനസ്സിലായില്ലേ? ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നീട് 2ാമത് മുസ്ലിമീങ്ങൾ പിടിച്ചതാണ് AD 15-ാം നൂറ്റാണ്ടിൽ പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്നവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു. തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ. അങ്ങോട്ട് പലായനം ചെയ്തു. ഇന്ന് റഷ്യയിൽ 77% ഓർത്തഡോക്സുകാരാണ്.
റഷ്യൻ നേവി ബേസ് 6 ഭാഗങ്ങളിലായിട്ട് 6 നേവി ബേസ് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം അടിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസാണ് ഇപ്പോൾ പറഞ്ഞത്. അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം. ആര് പിടിച്ചെടുക്കും? റഷ്യ പിടിച്ചെടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റഷ്യ തന്നെ പിടിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ച വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നടക്കാൻ പോകുന്ന സംഭവം. എന്തെങ്കിലും ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയിട്ട് യുദ്ധം തുടങ്ങാണ്, റഷ്യയും തുർക്കിയും തമ്മിൽ യുദ്ധം. അപ്പൊ നിങ്ങൾ മനസ്സിലാവും പറഞ്ഞ സംഭവത്തിലുള്ളത് യുദ്ധത്തിൽ. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വന്നതിന് ശേഷം പിന്നെ ആയതോ ദിവസം ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെടുന്നത്. ഇതിലിപ്പോ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയതോ ദിവസം ഓതി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ തുർക്കി? ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി. നിശാ ഗൾഫിൽ വെടിവെപ്പുണ്ടായിട്ട് 39 പേര് മരിച്ചു എന്ന് പ്രമുഖ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ പലരും ദർശിച്ചിട്ടുണ്ടാവും. ആ തുർക്കിയിൽ. കാരണം എന്താ? അവിടെ ഇപ്പോൾ അനിസ്ലാമികത കടന്നു വരുന്നു. നിശാ ക്ലബ്ബുകൾ, രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അത് മുസ്ലിമുകളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. ദീനില്ല, ദീൻ നഷ്ടപ്പെടുകയാണ് ഇവിടെ. ദീൻ നഷ്ടപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനില്ലാത്ത ആളുകളുടെ മേൽ അത് ദീനപ്പെടുത്താൻ. ഇങ്ങനെ തുറക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ്. എല്ലാവരും സാമ്പത്തികമായി പരാധീനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയില് മഖാം ഇബ്രാഹിമിന്റെ ചാരത്തൊരു മനുഷ്യൻ വരിക. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലും അത്രേ. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ മക്കക്കാർ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് മഹദി ഇമാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതി ഇസ്മി ബിസ്മിഹി ويسم أبيه باسم أبيه من أولاد فاطمة من سلالة حسن. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തെ മഹദി ഇമാം കടന്നു വരുന്ന സമയമാ. അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ശരീഫിൽ മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മിൻ ഔലാദി ഫാത്തിമ. മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം. എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽപ്പെട്ടതാണ്. മിൻ സുലാലത്തി ഹസൻ. ഹസനിന്റെ പേരക്കുട്ടിയാണ്. ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതി ഇസ്മി ബിസ്മിഹി. എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ്. അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇസ്മു അബീഹി ബിസ്മി അബീഹി. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ്. അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ മഹദി ഇമാമിന് ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും? 40 വയസ്സുണ്ടാകും. മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം? 40 ആകണം. അതുകൊണ്ടാണ് അത്രയും വൈകിയത്. മഹദി ഇമാം ഇപ്പൊ വന്നിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ? അല്ലാഹു അഅലം. ഫാത്തിഹക്കടയിൽ ഓതിക്കോളൂ. അല്ലാഹുവിന്റെ മദദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താ? 40 കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ യമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം ഇരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു രാത്രിയിലായിരിക്കും അത്. ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും, അഥവാ ആദ്യമായിട്ട് മദീനക്കാർ, പിന്നെ മക്കക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി.